നമ്മളെ ടേബിളിലോ ഷെൽഫിലോ ഈ സംഭവം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കളർ പേപ്പറോ ബ്രൗൺ പേപ്പറോ എന്ത് പേപ്പർ വേണോ യൂസ് ചെയ്യാം. 16x12 സെന്റിമീറ്ററിൽ പേപ്പർ നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ആ 12 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള സ്ഥലം 3 ഡിവൈഡ് ചെയ്യുക 4 സെന്റിമീറ്റർ. ഇനി ആ ഡോട്ടും ലൈനും ഒക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. സെയിം നമുക്ക് 16 സെന്റിമീറ്റർ സൈഡിലും റിപ്പീറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ 3 ഡിവൈഡ് ചെയ്തെങ്കിൽ ഇവിടെ നമ്മൾ 4 ഡിവൈഡ് ചെയ്യണം 4 സെന്റിമീറ്റർ വെച്ച്. അങ്ങനെ നമുക്ക് 2 പേപ്പർ ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ കാണുന്ന പോലെ നടുക്കത്തെ ബോക്സിലും വരച്ചു കൊടുക്കുക. മറ്റേ പേപ്പറിലും ചെയ്യുക. എന്നിട്ട് വെട്ടുക. കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചിട്ടുള്ള പോലെ ഡേറ്റ് എഴുതുക. ഇനി വേറൊരു പേപ്പർ 11x7 സെന്റിമീറ്റർ, അതും ഈ കാണിക്കുന്ന പോലെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യും. മേളിലുള്ള ആ ബോക്സ് മാർക്ക് ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ വരച്ച് അറ്റാച്ച് ചെയ്തെടുക്കും. വീണ്ടും കട്ട് ചെയ്യുക. ഈ പറഞ്ഞ സംഭവം 3 പേപ്പറിലായിട്ടാണ് ചെയ്യാൻ. കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, പക്ഷെ റിസൾട്ട് സൂപ്പറാ. ഇനി നമുക്ക് മന്ത്സ് ഒക്കെ എഴുതി കൊടുക്കാം. അതും ഞാൻ കാണിച്ച പോലെ എഴുതണം. ഇനി നേരത്തെ കാണിച്ച ആ ക്യൂബ് ഇതുപോലെ മടക്കി പേസ്റ്റ് ചെയ്തെടുക്കാം. സെയിം മറ്റേ പേപ്പറിലും മടക്കി പേസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇവർക്ക് ഇരിക്കാൻ ഒരു സിംഹാസനം, അതിനൊരു കാർഡ്ബോർഡ് എടുത്ത് വെട്ടിക്കുത്തി പേസ്റ്റ് ചെയ്തെടുക്കാം. വെള്ള പേപ്പറിൽ പൊതിഞ്ഞെടുക്കാം. ഇനി മറ്റേ പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്ത് ഇതിന്റെ അകത്ത് ഓട്ടം വെച്ചെടുക്കാം. കുറച്ച് അലങ്കോല പണികളൊക്കെ ചെയ്തപ്പോൾ പറക്കം തളികയിലെ ബസ് പോലെയായി. പിന്നെ വീണ്ടും പഴയതുപോലെയായി. അപ്പൊ ശരി, ടാറ്റ.